നമസ്കാരം. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി 2024 നവംബർ മാസം 30 ശനിയാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മലയാള തീയതി 1200 ആണ്ട് വൃശ്ചിക മാസം 15 തീയതിയാണ്. ഇന്ത്യൻ തീയതി ശകവർഷം മാർഗശീർഷ മാസം 9 തീയതിയാണ്. സൂര്യോദയം ശനിയാഴ്ച ദിവസത്തെ സൂര്യോദയം രാവിലെ 6:24 അസ്തമയം വൈകുന്നേരം 5:58 അതുപോലെ തന്നെ ഉദയാൽപരം തിഥി ചതുർദശി തിഥിയാണ്. ചതുർദശി തിഥി ശനിയാഴ്ച രാവിലെ 10:29 വരെ ഉണ്ടായിരിക്കും. 10:29 മുതലാണ് അമാവാസി തിഥി ആരംഭിക്കുക എന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ ശനിയാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. ശനിയാഴ്ചത്തെ ഉദയാൽപരം നക്ഷത്രം വിശാഖ നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതലാണ് അനിഴം നക്ഷത്രം ആരംഭിക്കുക. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ തലക്കെട്ട് വിശാഖം അനിഴം എന്ന് കൊടുത്തത്. അപ്പോൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ ജനിക്കുന്ന കുട്ടികൾ വിശാഖ നക്ഷത്ര ജാതകരാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:25 വരെയുള്ള സമയത്ത് ജനിക്കുന്ന കുട്ടികൾ അനിഴം നക്ഷത്ര ജാതകരാണ്. അപ്പോൾ അടുത്ത ദിവസത്തെ അധ്യായത്തിൻ്റെ തലക്കെട്ട് അനിഴം കേട്ട എന്നാണ് വരിക എന്നുള്ളതും പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ അനിഴം നക്ഷത്രവും വിശാഖ നക്ഷത്രവും പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വിശാഖ നക്ഷത്രത്തെക്കുറിച്ച് പറയാം. വിശാഖ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. ചതയം, പൂരുട്ടാതി, അത്തം, പൂയം, പൂരം, പുണർതം, ചോതി എന്നീ നാളുകാർക്ക് വിശാഖ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെയുള്ള സമയത്ത് വരുന്നതാണ്. അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ വിശാഖ നക്ഷത്രപ്രകാരം ചതയം, പൂരുട്ടാതി, അത്തം, പൂയം, പൂരം, പുണർതം, ചോതി എന്നീ നാളുകാർക്ക് അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ വിശാഖ നക്ഷത്രപ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ ഉത്രം, ചിത്തിര, മകം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാർക്ക് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വിശാഖ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ. ഇനി ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ അനിഴ നക്ഷത്രം ആരംഭിക്കുന്നല്ലോ. അപ്പോൾ അനിഴ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 12:36 മുതൽ അനിഴ നക്ഷത്രപ്രകാരം അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരുട്ടാതി, ഉത്രട്ടാതി, ഉത്രം, ചിത്തിര, പൂയം, വിശാഖം, ആയില്യം. ഇത്രയും നാളുകാർക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പൂരുട്ടാതി, ഉത്രട്ടാതി, ഉത്രം, ചിത്തിര, പൂയം, വിശാഖം, ആയില്യം എന്നീ നാളുകാർക്ക് അനിഴ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. അനിഴ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:25 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അശ്വതി, അത്തം, ചോതി, ഭരണി, മകം എന്നീ നാളുകാർക്ക് അനിഴ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:25 വരെയുള്ള സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാനിടയുണ്ട്. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ശനിയാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ശുഭസമയം പറഞ്ഞുതരാം. ശനിയാഴ്ച ദിവസം രാവിലെ 7:54 മുതൽ 9:24 വരെ ശുഭസമയമാണ്. പിന്നീട് 10:54 മുതൽ ഉച്ചയ്ക്ക് 12:24 വരെയുള്ള ശുഭസമയമാണ്. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് 1:54 മുതൽ 5:24 വരെയുള്ള സമയവും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയങ്ങളൊക്കെ നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക, ജീവിത വിജയം നേടുക എന്ന് ജ്യോതിഷം ഓർപ്പിക്കുന്നു. ഇനി സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണല്ലോ. തീയതി 30 ഒറ്റസംഖ്യാക്കൾ 3 വരും. ഏതൊരു മാസത്തെ 3, 12, 21, 30 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് മധ്യമമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണെന്നാണ് പറയുന്നത്. ഉത്തമമല്ല, അതുപോലെ തന്നെ അധമവുമല്ല, മധ്യമമായ ഫലം വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്, സംഖ്യാ ജ്യോതിഷം പറയുന്നത്. അപ്പോൾ കൂടുതൽ ഉത്തമമായ ഫലങ്ങൾ വന്നു ചേരാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറയുന്നു?
നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മധ്യമമല്ല ഉത്തമമായ ഫലങ്ങൾ തന്നെ വന്നു ചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു. ഇനി പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ CGLS എന്നീ അക്ഷരങ്ങളില്ലെങ്കിൽ ഈ നീല, ചുവപ്പ്, റോസ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പോൾ സാമാന്യമായിട്ടുള്ള നല്ല ഫലങ്ങൾ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊക്കെ ഇക്കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുക. ഇനി ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ശനിയാഴ്ച ദിവസം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും കാണുവാൻ ശ്രമിക്കുക. അത് ജ്യോതിഷപരമായിട്ടുള്ള അറിവുകളാണ്. നമുക്ക് ഓരോ ദിവസവും നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ ശനിയാഴ്ച ദിവസമാണെങ്കിൽ ഉച്ചവരെ വിശാഖ നക്ഷത്രം, ഉച്ച കഴിഞ്ഞ് അനിഴ നക്ഷത്രം. അപ്പോൾ നമ്മൾ രാവിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ സന്തോഷമായിട്ട് ഹാപ്പിയായിട്ടൊക്കെ പോകുന്നു. മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ദുഃഖിതരായിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധിയിലാകപ്പെട്ടായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ രാവിലെ നമ്മൾ വിഷമതകളോടുകൂടിയാണ് പോകുന്നതെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഹാപ്പിയായിട്ടാണ് വന്നു ചേരുന്നത്. അപ്പോൾ ഇത് നക്ഷത്രത്തിൻ്റെ അനുകൂലവും പ്രതികൂലവും അനുഭവങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ പ്രിയപ്പെട്ടവർക്ക് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് ഗുണകരമാണ്. കാരണം അറിവുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് വരാതെ, നമുക്ക് ഒരു പ്രതിസന്ധി വരാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാനിത് അറിഞ്ഞ വിഷയമാണ്, അത് പ്രതീക്ഷിച്ച പോലെ വന്നു, അത്രയേ ഉള്ളൂ എന്ന് നമുക്കത് മനസ്സിലാവും. പെട്ടെന്ന് സഡനായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരുപക്ഷെ താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിന്നു വരും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോ ചെയ്തു തരുന്നത്. ഇനിയും സമയം കളയാതെ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ വിശാഖ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുക എന്നുള്ളത് പറഞ്ഞുതരാം. വിശാഖ നക്ഷത്രപ്രകാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ തിരുവോണം, മൂലം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരുന്ന സമയമാണ്. അതായത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 വരെ വിശാഖ നക്ഷത്രപ്രകാരം തിരുവോണം, മൂലം, പൂരുട്ടാതി, അശ്വതി, രോഹിണി, പുണർദം, മകം, അത്തം, വിശാഖം എന്നീ നാളുകാർക്ക് ധനം വന്നു ചേരും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ അനിഴ നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാർക്കാണ് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളതെന്ന് ചിന്തിക്കാം. അവിട്ടം, പൂരാടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂരം, പൂയം, ചിത്തിര, അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:36 മുതൽ അവിട്ടം, പൂരാടം, ഉത്രട്ടാതി, ഭരണി, മകയിരം, പൂരം, പൂയം, ചിത്തിര, അനിഴം ഇത്രയും നാളുകാർക്ക് ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. അപ്പോൾ ഈ നാളുകാർക്കൊക്കെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇരിക്കുക. ധനം തീർച്ചയായിട്ടും വന്നു ചേരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ധനപരമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളവർക്കൊക്കെ ധനം വന്നു ചേരണമെന്ന ആഗ്രഹത്തോடு ഇരിക്കുന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ അവരുടെ കൈകളിൽ ധനം വന്നു ചേരുവാൻ ഞാൻ മഹാദേവനോട് പ്രാർത്ഥിക്കുന്നു. മഹാദേവ ഈ പറഞ്ഞൊക്കെ സത്യമായി തീരണമേ. അവർക്കൊക്കെ ധനം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ധനം കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.